ഹായ് ഓൾ ട്രാവൽ നോട്ട്സിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ ടാറ്റ പഞ്ച് സർവീസിങ്ങിന് കൊടുക്കും. നമ്മുടെ വണ്ടി ഇപ്പോൾ മേടിച്ചിട്ട് എനിക്കൊന്ന് ഏകദേശം 1.25 വർഷമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ സർവീസ് 40,000 സർവീസിന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഞാൻ ഏതായാലും പതുക്കെ കാര്യങ്ങൾ വണ്ടിയെക്കുറിച്ച് സംസാരിക്കാം. രാവിലത്തെ സമയമാണ്. ഞാൻ പോകുന്ന കൂടെയാണ് വണ്ടി നമ്മൾ കൊടുത്തിട്ടാണ് സാധാരണ ഞാൻ പോകുന്നത്. മൊത്തം ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. സർവീസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വേറെ വാഷിംഗ് ഒന്നും കഴിഞ്ഞ ദിവസം ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്ന് എല്ലാ 10,000 കിലോമീറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസ് മാത്രം 1000 കിലോമീറ്ററും പിന്നെ 7,000 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെല്ലാം 10,000 കിലോമീറ്ററുകളാണ് വണ്ടിയുടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ മെയിൻ കംപ്ലയിൻറ്റ് വണ്ടിയുടെ DRL ലൈറ്റ്സ് കത്തുന്നില്ല. നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് ഏതാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതുകൊണ്ട് ഏതായാലും കുറേ ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സർവീസിങ്ങിന് കൊടുക്കുമ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് മെയിൻ ഒരു കംപ്ലയിൻറ്റ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. എനിക്കറിയാം വണ്ടി ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ടാറ്റയുടെ വണ്ടികൾ ഒത്തിരി എടുക്കുന്നുണ്ട്. അപ്പോൾ പലരും വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഏതായാലും എൻ്റെ വണ്ടിയെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എക്സ്പേർട്ടല്ല, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ബൈ 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 പറയടി ബൈ. ബൈ. അങ്ങനെ ഏതായാലും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഞാൻ ഒരു പ്രാവശ്യം വണ്ടി ആൾക്കാരെ വിട്ട് അവർ വന്ന് വണ്ടി എടുത്തായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി, വേറെ ഒന്നുമല്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അതിവിടെ വന്ന് അവർ ചെയ്യത്തില്ല. അവരവിടെ വണ്ടി കൊണ്ടുചെന്ന് ഗേറ്റ് കയറി കഴിഞ്ഞാൽ അവരത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ അല്ലായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് അല്ല കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴാണ്, ഏതായാലും പകുതി വഴിക്കാണ്, അപ്പോൾ പോകുമ്പോഴാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പം വണ്ടി 100% ഉണ്ട് ചാർജ്. 40,471 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ആക്ച്വലി വണ്ടിയെക്കുറിച്ചുള്ള നെഗറ്റീവ് കുറച്ച് പോസിറ്റീവ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഡിഫക്റ്റാണ്. കേൾക്കുന്നുണ്ട് എൻ്റെ വോയിസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏതായാലും ഈ സൗണ്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാരുതിയുടെ വാഗനറാണ്. വാഗനറിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇത്ര സൗണ്ട് വരത്തില്ല. സൗണ്ട് ഉണ്ട്, പക്ഷെ അത്ര ഇറിറ്റേറ്റിംഗ് അല്ല. ഇതിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ് വന്നപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സൗണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ കേട്ടത്, ഇപ്പോൾ കുറച്ച് മൂവായി വണ്ടി, അപ്പോൾ അതുകൊണ്ട് മാറി. പക്ഷേ പുറകിൽ ആരും ഇരിക്കുന്നില്ലെങ്കിലും വണ്ടിക്കകത്ത് ഈ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കയറി ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാലും ബാക്കിൽ ആൾക്കാരില്ലെങ്കിലും ഇതിങ്ങനെ ഒച്ച വന്നുകൊണ്ടേയിരിക്കും. ഇത് മിക്കവാറും വണ്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ബക്കിലും ഇട്ട് വെക്കും. പക്ഷെ അത് കറക്റ്റ് അല്ലല്ലോ. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഈ വണ്ടിക്കുണ്ട്. അപ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നെഗറ്റീവ് പറയാൻ മാത്രമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മുൻപോട്ട് വീഡിയോ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും വണ്ടി 40,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 40,500 കിലോമീറ്റർ ആകുന്നു. അപ്പോൾ ആ സർവീസിനാണ് ഞാനിപ്പോൾ വണ്ടി കൊണ്ടുപോകുന്നത്. നമുക്ക് വണ്ടി മേടിച്ച സമയത്ത് ഞാൻ AMC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ്. 30,000 വരെ വണ്ടിക്ക് ഫ്രീ സർവീസിങ് ആണ്. ഫ്രീ സർവീസിങ്, മെയിൻ്റെനൻസ് എല്ലാം ഫ്രീ ആണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 30,000 AMCക്കകത്ത് പൈസ ഉണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് ഡെഡ്യൂസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ 30,000, അതായത് ലാസ്റ്റ് സർവീസ് വരെ നമുക്ക് നോ കോസ്റ്റ് സർവീസ് ആയിരുന്നു. കംപ്ലീറ്റ് സീറോ ആയിരുന്നു. ചില സർവീസിൽ 70 റുപ്പീസ് 120 റുപ്പീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പല പേരിൽ. അപ്പം ഏതായാലും ലാസ്റ്റ് സർവീസ് അവർ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സർവീസ് അത് പെയ്ഡ് ആയിട്ടുള്ള സർവീസാണ്. അപ്പോൾ ഏതായാലും നോക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നത് 4,000, 3,500, 2,500 അങ്ങനെയൊക്കെ പല റേറ്റുകളാണ് സർവീസിങ് എന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കറിയില്ല എത്ര റേറ്റ് വരുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ AMC കഴിഞ്ഞുകൊണ്ട് എല്ലാം കൂടെ മെയിൻ്റെനൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ മാറ്റാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള മേജറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. 40,000 ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നോക്കാം. ഏതായാലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്.
നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും പവർ ആണെങ്കിലും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്ന ഏകദേശം ഇപ്പോൾ വണ്ടിയുടെ ഉപയോഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ എല്ലാ മാസവും ഒരു 2000, 2300, 2500 കിലോമീറ്റർ വണ്ടി ഉപയോഗിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കറണ്ട് ബില്ല് ഏകദേശം ഒരു 3500, 4000 അങ്ങനെയൊക്കെയാണ് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മളൊരു നോർമൽ ഒരു സ്കൂട്ടർ വെച്ച് നോക്കിയാൽ തന്നെ, സ്കൂട്ടർ 2 വീലർ പെട്രോൾ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അതിനേക്കാളും ഏകദേശം പകുതി എമൗണ്ട് നമ്മൾ ഈ വണ്ടി കാർ EV ഈ പഞ്ച് ഉപയോഗിക്കുമ്പം നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാനൊരു വേറൊരു യൂട്യൂബിൽ ഒരാൾ പറയുന്ന കേട്ട ഒരു സാധനം ഞാൻ കടമെടുത്ത് പറയുകയാണ്. ഫ്രീഡം ഓഫ് ട്രാവൽ കിട്ടും, അതാണ് പുള്ളി ഉപയോഗിച്ചൊരു വാക്കാണ്. അത് ഞാൻ കടമെടുക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും പൈസ ഇല്ലാതെ നമുക്കിങ്ങനെ പോകാം. ഇപ്പോൾ കാറും കൂടെ ആണല്ലോ. അപ്പം നമ്മുടെ സാധാരണ പെട്രോൾ വണ്ടിയോ ഡീസലോ വല്ലോ ആണെങ്കിലോ 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കണമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമല്ലോ. പക്ഷേ ഇതിനങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങോട്ടേലും ഒന്ന് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിലും നേരെ വണ്ടി എടുക്കുക, പോകുക. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്ക് EV വണ്ടിയിൽ ലഭിക്കും. പിന്നെ ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യങ്ങൾ വേണമെങ്കിൽ എടുത്ത് പറയാം. നമുക്ക് വണ്ടിയുടെ ഡോറൊക്കെ അടയ്ക്കുമ്പം തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ആ സേഫ്റ്റിയുടെ കാര്യത്തിലും വണ്ടി നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ പോസിറ്റീവ് സൈഡ് പറയാനായിട്ടുള്ളത്. ഇനി നെഗറ്റീവ് സൈഡ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതൊന്നും എനിക്ക് നെഗറ്റീവ് സൈഡ് വലിയ സംഭവമല്ല. എനിക്ക് ഞാൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങളല്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാനും ആദ്യം ഒത്തിരി വറീഡായിരുന്നു വണ്ടി മേടിച്ച സമയത്ത്. എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ച വണ്ടി വാഗനറായിരുന്നു, മാരുതിയുടെ വാഗനറായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് വണ്ടിയുടെ അല്ലാത്ത കാര്യങ്ങൾ, നോർമൽ മെയിൻ്റനൻസും സർവീസസും കാര്യങ്ങളും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ലൈറ്റ് പോവുക, അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾ കൂരിപ്പോവുക, ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വണ്ടിയിൽ ഞാനത് കുറേ പ്രാവശ്യം ഫേസ് ചെയ്തു, കുറേ പ്രശ്നങ്ങൾ. വേറെ ഒന്നുമില്ല, ചെറിയ ചെറിയ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി മേടിച്ച സമയത്ത് ഞാൻ ആദ്യമേ വണ്ടി മേടിച്ച സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ഒന്നും ചെയ്തില്ല. വേറെ ഒന്നുമല്ല, നമ്മളൊരു വണ്ടി മേടിച്ചിട്ട് ആദ്യമേ തന്നെ നെഗറ്റീവ് കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കത്തില്ല ഈ വണ്ടി ഇങ്ങനത്തെ പൊട്ട വണ്ടിയാണോ വാങ്ങിച്ചതെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി വാങ്ങിച്ച് വിത്തിൻ 1 വീക്കാണെന്ന് തോന്നുന്നു ഞാൻ ഒരു 100 കിലോമീറ്റർ അപ്പുറം വണ്ടിയായിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ വണ്ടിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുമല്ല, പഴയ വണ്ടിയല്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പം ഞാനങ്ങ് പോയി. എനിക്ക് തോന്നുന്നു കുറച്ച് മഴ ഏതാണ്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും നന്നായിട്ട് AC ഫുള്ളിട്ട് പാട്ടൊക്കെ ഇട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഡോറ് തുറന്നപ്പോഴത്തേക്കിന് ഭയങ്കര സൗണ്ട് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കിന് വണ്ടിയുടെ റേഡിയേറ്റർ ഉണ്ട്, ഇതിന് കൂളൻ്റ് ഉണ്ട്, ബാറ്ററി തണുപ്പിക്കാനുള്ള. അതിൻ്റെ ഫാനിൽ നിന്നാണ് സൗണ്ട് വരുന്നത്, ഭയങ്കര ഒരു സൗണ്ട് വരുന്നത് അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് കൂളൻ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഫുള്ള് കൂളൻ്റ് ലീക്കായിട്ട് ഫ്രണ്ടിൽ ഫുള്ള് കൂളൻ്റ് ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിക്ക് ഇതാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവിടെ അടുത്ത ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസിങ് സെൻറ്ററിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത സർവീസിങ് സെൻറ്ററിൽ ചെന്നപ്പം അവിടെ ടാറ്റയുടെ EV എടുക്കത്തില്ല, അവർ ഐസ് എഞ്ചിൻ വണ്ടി മാത്രമേ അവർ സർവീസിങ്ങും ചെയ്യത്തുള്ളൂ, EVയുടെ സ്പെഷ്യലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടി അങ്ങനെ വെച്ചുകൊണ്ട് 100 കിലോമീറ്റർ ഓടിച്ച് തിരിച്ചു വന്നു. ഷോറൂമിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ പറഞ്ഞു നിങ്ങൾ ഷോറൂമിൽ ഇതില്ല, അവർക്ക് സർവീസിങ് സെൻറ്റർ ഇവിടെ ഇല്ല. അപ്പോൾ പറഞ്ഞ് സെലക്ട് എന്ന് പറഞ്ഞൊരു സർവീസിങ് സെൻറ്റർ ഉണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വണ്ടി കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇത് ഡീലേഴ്സിൻ്റെ കുഴപ്പമാണ്, വണ്ടി ഡിഫക്റ്റ് വണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി ഡീമോട്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വാറൻറ്റി ഉള്ള വണ്ടി എടുത്തിട്ട് 1 വീക്കേ ആയിട്ടുള്ളൂ, നമ്പർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഞാൻ വണ്ടി എടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ കുറേ സംസാരിച്ചു. വണ്ടി ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ വീഡിയോ എല്ലാം എടുത്ത് അവരെല്ലാം സംസാരിക്കുന്ന, വണ്ടി വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന എല്ലാം വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി ഷോറൂമിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് ഞാൻ പോവും, എനിക്ക് ഈ വണ്ടി വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഒത്തിരി നമുക്ക് ഇമോഷണലായി പോകും. എന്താണെന്ന് വെച്ചാൽ പുതിയ വണ്ടിയല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്കിനും അവിടുത്തെ മാനേജർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു 8-10 പേര് ഇങ്ങനെ ചുറ്റും നിൽക്കുക, വണ്ടി പെട്ടെന്ന് ഇൻസ്പെക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ വിത്തിൻ ഒരു 10 മിനിറ്റ്സ് അവർ സംഭവം ക്ലിയർ ചെയ്തു. അപ്പം ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിവരെ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കിനാണ് ഇവിടെ വന്നവർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്
അന്ന് പ്രശ്നം എന്നാ ഉണ്ടായെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കൂളൻ്റ് പൈപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇൻസേർട്ടഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന പ്രശ്നമാണ്. എന്നാന്ന് വെച്ചാൽ വണ്ടി എടുക്കുന്നതിൻ്റെ ആ സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് സർവീസിങ്ങിന് ഞാൻ 2 നട്ടും ഒരു ബുഷും ആയിട്ടാണ് പോയത്. വേറെ ഒന്നുമില്ല, ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ബുഷ് കിടന്ന് കിട്ടി. അവിടെ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ മേളിലത്തെ ഒരു പ്രാവശ്യം ഇത് ഫുള്ള് ഒച്ചയായിരുന്നു. അത് തുറന്ന് നോക്കിയപ്പം അത് ഇങ്ങനെ കൈയിട്ട് ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതും ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഒരു സർവീസിങ്ങിന് പോയത്. ഞാൻ ഏതായാലും ലേറ്റും ആകുന്നു. ഞാനിവിടെ ഏതായാലും സർവീസിങ് സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പലിലുള്ള സെലക്റ്റിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറാൻ പോവുകയാണ്. മഴ പെയ്യുന്നു. എനിക്ക് മിക്കവാറും ഞാനിന്ന് ലേറ്റ് ആവും. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി കൊടുക്കാനായിട്ട് കയറുവാണ്. അങ്ങനെ ഏതായാലും വണ്ടി നമ്മൾ കൊടുത്ത് ഓട്ടോയാണ് ഞാൻ എടുത്തത്. വേറെ ഒന്നുമല്ല, നല്ല മഴയാണ്. അതുകൊണ്ട് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം മഴയൊന്ന് കുറഞ്ഞു, പക്ഷേ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒന്നാമത് ബ്ലോക്കിൻ്റെ ഇടയിലും കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ നനയേണ്ടി വരും. ഏതായാലും വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ എക്സിക്യൂട്ടീവ്സ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ആൾ വരുമ്പോൾ, ഇതിൻ്റെ സർവീസിങ്ങിൻ്റെ ആൾക്കാർ, EVയുടെ ആൾക്കാർ വരുമ്പോൾ 9 o'clock കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 9 കഴിയുമ്പോൾ അവർ വിളിക്കും, കൺസേൺസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഏതായാലും വണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര രൂപ ആവുമെന്നൊന്നും അറിയത്തില്ല. മേ ബി ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാക്സിമം പോയാൽ ഒരു 3,500 അല്ലെങ്കിൽ 4,000 എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അറിയത്തില്ല എത്ര വരും എന്നുള്ളത്. വണ്ടി സർവീസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം, ഏകദേശം 1 മണിക്കൂർ ഇവിടെ പോസ്റ്റ് കിട്ടി. അങ്ങനെ ലാസ്റ്റ് വണ്ടി സർവീസിങ് എല്ലാം കഴിഞ്ഞ് കിട്ടി. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇത്ര നേരം വെയിറ്റിങ്ങും ചെയ്തു എല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ അടുത്ത് വന്ന് വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ മെക്കാനിക്ക് ആ വഴിക്ക് വന്നപ്പോൾ ഞാൻ ആ സമയത്താണ് വേറൊരു കംപ്ലയിൻറ്റ് ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ സൈഡിലൊരു ഫ്ലാപ്പ് ഉണ്ട്. ഈ ഡോറിൻ്റെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഈ സൈഡിൽ ഒരു ഫോം ഉണ്ട്. വേറെ ഒന്നുമല്ല, അത് അകത്തോട്ട് ഇത് വരാതിരിക്കാനായിട്ടുള്ള, അതായത് ഒച്ച വരാനായിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഒരു ഫോമാണ് വെച്ചേക്കുന്നത്. അത് അവിടെ നിന്ന് തള്ളിപ്പോയായിരുന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ഈ ബുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കും, സാധനങ്ങൾ നട്ടും ബോൾട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു പേടി. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ഈ സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ അത് നോക്കാനായിട്ട് തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ വഴിക്ക് മെക്കാനിക്ക് വന്നത്. അപ്പോൾ മെക്കാനിക്ക് വന്നിട്ട് പറഞ്ഞ് ഓക്കെ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ DRL ലൈറ്റ് അത് ഓർഡർ വെച്ചിട്ടേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. ആ കാര്യം ഇവർ പറയണ്ട, ആ കാര്യം ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ചോദിക്കുമ്പോഴാണ് അത് ഓർഡർ വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അത് എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ളെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കംപ്ലൈൻ്റ് ഉണ്ട്. അത് ഫുള്ളി റീപ്ലേസ് ചെയ്യണം. ഫുള്ളി അല്ല, ആ ഒരു നടുക്കത്തെ പാർട്ട് മാത്രം റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഏതായാലും കഴിഞ്ഞു. അത് വാറണ്ടിയിൽ കവറാവും. പിന്നെ നമുക്ക് ഏകദേശം 2,730 സംതിങ് ആണ് ആയത്, എക്സാക്റ്റ് പറയുവാണെങ്കിൽ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കവറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 40,000-ൻ്റെ സർവീസാണ്. 47,000-ൻ്റെ സർവീസാണ് മേജറായിട്ടുള്ളൊരു സർവീസ് വരുന്നത്. ഇപ്പോഴത്തെ സർവീസിൽ എമൗണ്ട് ആയിരിക്കുന്നത് 2,732 രൂപയാണ് വന്നേക്കുന്നത് ടോട്ടൽ. അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന സർവീസിൽ ഇവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിൽ വാട്ടർ, പിന്നെ അതുപോലെ തന്നെ സർവീസിങ് ചാർജ് വന്നേക്കുന്ന 1,340 രൂപ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഷീൽഡ് ഫ്ലൂയിഡ് മാറ്റിയിട്ടുണ്ട്. AC ക്ലീനിങ്, ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ, ഡിസിൻഫെക്ഷൻ ആൻഡ് ക്ലീനിങ് 900 rupees, 950 സംതിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ സർവീസ് പ്രോ പ്ലസ് എന്തോ ഒരു സാധനം പെയ്ഡ് എന്താണോ, ഓക്കെ, അതൊരു 354 രൂപ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ടോട്ടൽ 732 rupees ആണ് നമുക്ക് ഈ ഒരു സർവീസിങ്ങിൽ വന്നേക്കുന്നത്. വണ്ടിയുടെ ടയറിൻ്റെ കാര്യമാണെങ്കിലും
ഞാനിപ്പോൾ പറഞ്ഞ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുവാണ്, EV ടയേഴ്സ് ഒന്നും അധികം നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ടയർ ആണെങ്കിലും ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്ന ഫ്രണ്ടിൽ കിടന്ന ടയർ ഞാൻ കഴിഞ്ഞിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇനി എനിക്ക് തോന്നുന്നു ഒരു ഹാർഡ്ലി ഒരു 10,000 കിലോമീറ്റർ ഓടും. അപ്പോൾ ഏതായാലും ഒരു 50,000 കിലോമീറ്റർ നമുക്ക് കിട്ടും. ഫ്രണ്ടിലെ ടയറാണ് പെട്ടെന്ന് പോകുന്നത്, വേറെ ഒന്നുമല്ല, വണ്ടിക്ക് നല്ല പവർ കൂടുതലായതുകൊണ്ട് ഫ്രണ്ടിലെ ടയർ പെട്ടെന്ന് ക്രാക്സ് വീഴും എന്ന് പറഞ്ഞാൽ ഗ്രിപ്പയിൽ ക്രാക്സ് വീഴും, ആ പവർ കൂടുതലുള്ള കാരണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും 50,000 കിലോമീറ്റർ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല, മോശമാണോ എന്ന് തോന്നുന്നില്ല. ഞാൻ നമ്മുടെ നേരത്തെ വണ്ടി മാരുതി വാഗനർ ആണെങ്കിലും 50,000 ടയർ മാറ്റേണ്ടി വന്നു. ഞാനിപ്പോൾ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അറിയാം. പക്ഷേ ആൾക്കാരെല്ലാം നെഗറ്റീവ് ആയിരിക്കും കൂടുതലും എടുക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാന്ന് വെച്ചാൽ പൊതുവെ അങ്ങനെയാണല്ലോ, ടാറ്റ ആയതുകൊണ്ട് കൂടുതലും നെഗറ്റീവ് ആൾക്കാർ എടുക്കും. പക്ഷേ ഈ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അത് ഫാക്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നെഗറ്റീവിനേക്കാളൊക്കെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വണ്ടിയിൽ. എനിക്ക് എൻ്റെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വഴി കിടക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും വഴി കിടക്കുകയോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ മോഡൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വിലയും കുറവാണ്, ബാറ്ററി പാക്കും കൂടുതലാണ്. പിന്നെ ഈ റേറ്റിൽ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ടാറ്റ പഞ്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.